കേരളം കണ്ട ഏറ്റവും വലിയ നിക്ഷേപ തട്ടിപ്പ് കമ്പനിയായ ഹൈറിച്ച് അടച്ചുപൂട്ടിയിട്ട് ഇപ്പോൾ 2 വർഷം തികയാൻ പോവുകയാണ്. ഇതിൽ പണം നഷ്ടമായവർക്ക് ഇതുവരെ പണം തിരികെ ലഭിച്ചിട്ടില്ല. അതിൽ തന്നെ വലിയൊരു വിഭാഗം ആളുകളെ, അതായത് ഇരകളാക്കപ്പെട്ട ആളുകളെ യോജിപ്പിച്ചുകൊണ്ട്, അവരെ സംഘടിപ്പിച്ചുകൊണ്ട് പണം നഷ്ടമായിട്ടില്ലെന്നും കമ്പനി നല്ല കമ്പനിയാണെന്നും ഇതിപ്പോൾ ഇന്ന് തുറന്നു വരികയാണെങ്കിൽ നാളെ തന്നെ റിട്ടേൺസ് അഥവാ ഈ പണം തിരികെ ലഭിക്കുമെന്നുമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. ഇവര് അതിൻ്റെ ഒരു പ്രവർത്തനം ഇങ്ങനെ ഒരു സംഘടിതമായ രൂപത്തിലേക്ക് മാറ്റി ചില ഫോറങ്ങൾ, ചില അസോസിയേഷനുകളൊക്കെ ഉണ്ടാക്കി നിയമസഭയുടെ മുന്നിൽ തന്നെ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച വരെ ഉണ്ടായി. ഈ കമ്പനി അടച്ചുപൂട്ടിയതോടെ ജോലി നഷ്ടപ്പെട്ട ജീവനക്കാരാണ് തങ്ങൾ എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സാക്ഷാൽ മുരളീധരന് തന്നെ, കോൺഗ്രസ് നേതാവ് കെ മുരളീധരന് തന്നെ ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എത്തിക്കുകയുമൊക്കെ ഉണ്ടായി. ഇത്തരം കാഴ്ചകളൊക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴും ആത്യന്തികമായി ഇതിൽ ഇരകളാക്കപ്പെട്ടവർക്ക് പണം തിരികെ ലഭിച്ചിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് ഖേദകരമായ സത്യം. പണം തിരികെ ലഭിക്കാൻ വേണ്ടി വലിയ പോരാട്ടങ്ങളും അതുപോലെ ജനകീയ ആക്ഷൻ കമ്മിറ്റികളും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇടത്താണ് തട്ടിപ്പുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ കൂട്ടം ഇതിലെ ഇരകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇപ്പോഴും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഈ ഒരു നിക്ഷേപം തിരികെ നൽകാൻ വേണ്ടിയുള്ള ചില നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തന്നെ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ നിക്ഷേപം തിരികെ ലഭിക്കാത്തത് സംബന്ധിച്ച് പരാതിയുള്ളവർ 14 ദിവസത്തിനകം ക്ലെയിം അപേക്ഷകൾ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നോഡൽ ഓഫീസറായ ഡെപ്യൂട്ടി കളക്ടർ മുമ്പാകെ ഈ അപേക്ഷ നൽകണം, അതായത് തൃശ്ശൂർ കളക്ടർക്ക് നൽകണം എന്നുള്ള ഒരു അറിയിപ്പ് കളക്ടറേറ്റിൽ നിന്നും വരികയുണ്ടായി. ഇതിൽ നിരവധി പേർ ഇത് സംബന്ധിച്ച് അവരുടെ പണം തിരികെ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്ലെയിം അപേക്ഷകൾ സമർപ്പിച്ചിരുന്നു. മറ്റൊരു ഭാഗത്ത് എന്താണ് ഉണ്ടായത്? ഇവിടെ ആരും തന്നെ നിക്ഷേപിച്ചിട്ടില്ല, നിക്ഷേപകരില്ല, മറിച്ച് കൂപ്പൺ വാങ്ങുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നിക്ഷേപകർ എന്ന നിലയിൽ നമ്മൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കലും പണം ലഭിക്കുകയില്ല, കമ്പനി തുറന്നു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്കുള്ള പണം ലഭിക്കില്ല എന്നൊക്കെയുള്ള ശക്തമായ ഓൺലൈൻ ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് ആളുകളെ ഈ ഒരു ഇങ്ങനെ ക്ലെയിം ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ഒരു വളരെ ആസൂത്രിതമായൊരു ശ്രമം തന്നെ നടന്നു. ഇതോടൊപ്പം തന്നെ ഇതിൽ ഇരകളാക്കപ്പെട്ട ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിക്ഷേപം നടത്തിയിട്ടില്ല, ഞങ്ങളുടെ കമ്പനി തുറന്നു തരൂ എന്നൊക്കെ വെള്ളക്കടലാസിൽ അപേക്ഷകൾ എഴുതി അതിങ്ങനെ കൂട്ടം കൂട്ടമായി പ്രിൻ്റ് ഔട്ട് എടുത്ത് കളക്ടറേറ്റിൽ കൊണ്ടുപോയി സമർപ്പിക്കുന്ന വിചിത്രമായ ചില കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. 1.63 ലക്ഷം പേരിൽ നിന്ന്, അതായത് 1.5 ലക്ഷത്തിലധികം പേരിൽ നിന്ന് 3100 കോടിയിലധികം രൂപയാണ് ഹൈറിച്ച് സ്ഥാപനങ്ങളിലൂടെ തട്ടിപ്പ് നടത്തിയത് എന്ന വിവരമാണ്, എന്ന അന്വേഷണ റിപ്പോർട്ടാണ് ഇതുവരെയായി പുറത്തു വന്നിട്ടുള്ളത്. പോലീസും ഇഡിയും GSTയും അടക്കം അന്വേഷണം നടത്തിയ ഈ സംഭവത്തിൽ ഈ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ വിവിധ ഉൽപ്പന്നങ്ങളിലൂടെ, വിവിധ സേവനങ്ങളിലൂടെ എല്ലാം ഇവർ പണം പിരിച്ചതിൻ്റെ വിവരങ്ങളും എല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. എന്നിട്ട് പോലും ഇതൊരു തട്ടിപ്പ് കമ്പനിയാണ് എന്ന് വളരെയധികം വ്യക്തമായിട്ട് പോലും ആളുകൾ ആരും തന്നെ ഇതിലേക്ക് ഇതൊരു തട്ടിപ്പ് കമ്പനിയാണെന്ന് തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഒരു കൂട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഖേദകരമാണ്. വളരെ ചെറിയ ഒരു എണ്ണം ആളുകളെങ്കിലും ഇവരുടെ ഈ കുപ്പതരണത്തിൽ വീണിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി ആദ്യം കൗൺസിലിംഗ് നൽകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ മുമ്പിലുള്ളത്. അവല്ലെങ്കിൽ ഈ പോയ പണം പോയതു തന്നെ. എന്തായാലും ഹൈറിച്ച് ഇതുപോലെ ഒരു ഓൺലൈൻ ഒരു കൊമേഴ്ഷ്യൽ വെബ്സൈറ്റ്, അതല്ലെങ്കിൽ ചില സൂപ്പർ മാർക്കറ്റുകളുടെ ശൃംഖല എന്ന നിലയിൽ മാത്രമായിരുന്നില്ല പണം പിരിച്ചുകൊണ്ടിരുന്നത്. ഇതോടൊപ്പം തന്നെ ഈ ക്രിപ്റ്റോ കറൻസി, അതുപോലെ HROTT അങ്ങനെയൊക്കെയുള്ള പലവിധ തട്ടിപ്പുകൾ, അതിലേക്കുള്ള നിക്ഷേപങ്ങളെല്ലാം തന്നെ സ്വീകരിച്ചിരുന്നു. ഇപ്പോഴെന്തായാലും ഇവർ ഈ HROTTയുടെ കാര്യവും അതുപോലെ ഈ ക്രിപ്റ്റോ കറൻസിയുടെ കാര്യവും ഒക്കെ ഇവർ പറയുന്നില്ല, മറിച്ച് തികച്ചും അവരുടെ ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ നിന്ന്, കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ചില അഡ്വാൻസായി പണം നൽകി കൂപ്പൺ കൈപ്പറ്റി എന്ന കാര്യം മാത്രമാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ ചിലപ്പോൾ അവർ മറന്നുപോയതാവോ. എന്തായാലും ചില കാര്യങ്ങൾ വിട്ടുവന്ന് പുതിയ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും
എല്ലാം തലകുലുക്കി സംബന്ധിച്ച് ജയ് ഹൈറിച്ച് എന്ന് പറയുന്ന ആളുകളുടെ എണ്ണത്തിൽ ഒരു വലിയ കുറവുണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ആദ്യം ഈ ഹൈറിച്ചിൽ നിന്ന് പുറത്തു വരുന്നത് ഒരു 126 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് സംബന്ധിച്ച കാര്യമാണ്. ഇത് പുറത്തു വന്നതോടെ GST വിഭാഗം ഇതിൻ്റെ സ്ഥാപകരിൽ ഒരാളായ പ്രതാപനെ അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിൽ ഇയാൾ ജാമ്യത്തിൽ പുറത്തിറങ്ങി. തുടർന്ന് കൂടുതൽ തട്ടിപ്പുകൾ പുറത്തു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. GST തട്ടിപ്പ് മാത്രമാണ് നടത്തിയതെന്നായിരുന്നു ആദ്യം ഇതിൻ്റെ കമ്പനിയുടെ ആളുകളുടെ വാദം. അത് GST തട്ടിപ്പല്ല, മറിച്ച് GST അടച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചില സാങ്കേതികത്വമാണ് എന്നൊക്കെയാണ് ഇവർ മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അത് തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ഒരു വാദം പൂർണ്ണമായും പൊളിയുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നീട് അവിടെ ബഡ്സ് ആക്ട് പ്രകാരവും അതുപോലെ കേരള പോലീസും പിന്നീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും എല്ലാം തന്നെ അന്വേഷണത്തിന് എത്തി. 2019 ആരംഭിച്ച ഈ കമ്പനി 2022 നിൽക്കുമ്പോഴേക്കും ഒരു സാധാരണ കൊമേഴ്സ് വെബ്സൈറ്റ്, അതല്ലെങ്കിൽ ഒരു കൂട്ടം സൂപ്പർ മാർക്കറ്റുകളുടെ ശൃംഖല എന്നതിനൊക്കെ അപ്പുറത്തേക്കുള്ള ചില ലാഭവിഹിത വിതരണമൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ സൂപ്പർ മാർക്കറ്റിന് കൂടാതെ ഫാം സിറ്റി, ക്രിപ്റ്റോ കറൻസി, HROTT, പിന്നീട് HR ഷൂട്ടിംഗ്, HR മാട്രിമോണി, സ്മാർട്ട് ടെക് IT കമ്പനി, HR പ്രൊഡക്ഷൻസ് എന്നിങ്ങനെയൊക്കെ പല ബിസിനസ്സുകൾ, പല പദ്ധതികൾ ഇങ്ങനെ കേട്ടു. ഇന്ത്യയിലൊട്ടാകെ 680 ഷോപ്പുകളും കേരളത്തിൽ 78 ബ്രാഞ്ചുകളും ഒക്കെ ഉണ്ട് എന്നൊക്കെയായിരുന്നു അവകാശവാദം. 3 വർഷം മുമ്പ് ഒരു കമ്പനിക്ക് എത്താൻ കഴിയാവുന്നതിനപ്പുറത്തേക്ക് തങ്ങൾ വളർന്നു എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. യഥാർത്ഥത്തിൽ ഈ ലാഭവിഹിതം എന്ന പേരിൽ ഇവർ വിതരണം ചെയ്തുകൊണ്ടിരുന്നത് മണി ചെയിൻ വഴി ഉണ്ടാക്കിയ പണം, അത് ഒരാളെ ചേർക്കുമ്പോൾ 2 പേരെ ചേർക്കുമ്പോൾ അത് അങ്ങനെ വീതിച്ച് നൽകുന്ന രീതിയിൽ തന്നെയായിരുന്നു. എന്തായാലും ഇപ്പോഴും ബോധം ഉദിക്കാത്ത ആ ഒരു ചെറിയ ഗ്രൂപ്പ് ആളുകൾ ഇനിയും തങ്ങൾ പറ്റിക്കപ്പെടാൻ തയ്യാറാണ് എന്ന് സ്വയം വിളിച്ചു പറയുന്ന മണ്ടന്മാരാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ.